guys, welcome to our YouTube channel. So, ഞങ്ങൾ ഇന്നലെ നാട്ടിലെത്തി. അപ്പം നാളെ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം ട്രിപ്പെന്നും പറയാം. ആക്ച്വലി ഒരു നേർച്ചയാണ്. നേർച്ച എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പള്ളിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഏത് പള്ളിയിലാണ്, എവിടെയാണ് പോകുന്നത് അതെല്ലാം നാളെ വഴിയേ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഇവിടെ ഇച്ചനും ഹായ് പറഞ്ഞു. ഹായ് എബിക്കുട്ടൻ ഭയങ്കര കളിയാ. എബിക്കുട്ടനും ഇവിടെ ഉണ്ട്. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. രാവിലെ ആണെങ്കിൽ ഫുള്ള് തിരക്കായിരുന്നു. ഫുഡ് ഉണ്ടാക്കലും എല്ലാം ഒരു തിരക്ക് തന്നെയായിരുന്നു. ഞങ്ങളാണെങ്കിൽ നാളെ അവിടെ സ്റ്റേ ആണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമാണെങ്കിൽ കുട്ടികളുടെ മെഡിസിൻസ് ഒക്കെയാണ് പാക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് അത്യാവശ്യം വരിക എന്നറിയില്ല. അതുകൊണ്ട് ഒരു ബാഗിൽ ഞാൻ അവരുടെ മെഡിസിൻസ് എല്ലാം ആക്കി. കുട്ടികളുടെ മാത്രമല്ല ഞങ്ങളുടെയും കുറച്ച് മെഡിസിൻസ് ഉണ്ട്, അതെല്ലാം ഒരു ബാഗിലാക്കി. അങ്ങനെ ഞാൻ ഇച്ചൂട്ടൻ്റെ കുറുക്കും അവൻ്റെ ബൗളും സ്പൂണും ഒക്കെ ആണെങ്കിൽ ഒരു ബാഗിൽ പാക്ക് ചെയ്തു. ഇപ്പോൾ ആണെങ്കിൽ അവന് ഞങ്ങൾ സിർലാക്കാണ് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ആണെങ്കിൽ വീറ്റ് ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും കൂടിയാണ് മേടിച്ചത്. ഞാൻ ട്രാവൽ സമയത്ത് മാത്രമേ അവന് ഈ സിർലാക്ക് കൊടുക്കാറുള്ളൂ. അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ട്രാവൽ സമയത്ത് മാത്രമേ സിർലാക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. വീട്ടിലുള്ള സമയത്ത് നമ്മൾ പൊടിച്ചത് കായപ്പൊടിയോ അങ്ങനത്തെ ഒക്കെ ഐറ്റംസേ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇച്ചായനാണെങ്കിൽ ഒരു 20 ലിറ്റർ ക്യാനിലും ഒരു 10 ലിറ്റർ ക്യാനിലാണെങ്കിൽ എല്ലാം വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി. ഇൻ കേസ് വെള്ളം കുടിക്കാൻ വേണ്ടിയും അതുപോലെ കുട്ടികൾ വല്ല പൂപ്പുവോ വല്ലതും ചെയ്യുവാണെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയും എല്ലാം ആണ് ഞങ്ങൾ അതെല്ലാം കരുതി വെച്ചു. വെള്ളമൊക്കെ കരുതി വെച്ചു. അങ്ങനെ ഇച്ചാനാണെങ്കിൽ ഒരു ചെറിയ ഫാനും കെറ്റലും ഒക്കെ എടുത്തു. അതിൻ്റെ ചാർജറും എല്ലാം എടുത്തു. നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും ഫാനൊക്കെ എന്തിനാ എടുത്തോണ്ട് പോകുന്നതെന്ന്. ഞങ്ങൾ ഒരു വട്ടമാണെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത്, അപ്പം AC ആണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവിടെ തീരെ കൂളിംഗ് ഇല്ലായിരുന്നു. എബിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. അതുകൊണ്ട് ഇച്ചായനാണെങ്കിൽ ഫാനൊക്കെ എടുത്തു. എപ്പോഴും ആവശ്യം വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് എന്തായാലും വണ്ടിയിലല്ലേ പോകുന്നത്, അത് വണ്ടിയിലിരുന്നോളും. അതുകൊണ്ട് ഇച്ചായൻ അതൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഇനിയാണ് ഡ്രസ്സെല്ലാം ഞങ്ങളുടെ 4 പേരുടെയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഊട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ബാഗിൽ തന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഒന്നും കൂടി റീപാക്ക് ചെയ്യുവാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്ന്. ഞങ്ങളുടെ ആണെങ്കിൽ ആകെ കുറച്ച് ഡ്രസ്സസേ പാക്ക് ചെയ്തിട്ടുള്ളൂ. ഇച്ചൂട്ടൻ്റെ എബിക്കുട്ടൻ്റെ ആണ് എല്ലാം ഒരു 4 പെയർ ഓഫ് ഡ്രസ്സസ് എക്സ്ട്രാ ആണെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ആണല്ലോ കൂടുതൽ അത്യാവശ്യം വേണ്ടത്. ഞാനിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മിച്ചായും ചോദിച്ചുകൊണ്ടിരുന്നു, ഇതുവരെ ഒന്നും കഴിഞ്ഞില്ലേ നിൻ്റെ പാക്കിങ്? അങ്ങനെ മമ്മിയും പപ്പായും ഞങ്ങളുടെ ഈ ട്രിപ്പിൽ വരുന്നുണ്ട്. അപ്പം അവരുടെ പാക്കിങ് മമ്മി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മി അയൺ ചെയ്തെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അവരുടെ സെപ്പറേറ്റ് ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് മമ്മി. ഇനിയും ഡ്രസ്സിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം, മെയിൻ ടാസ്ക്കാണ് കാറൊക്കെ കഴുകിയിടാൻ. കുട്ടികൾ 2 പേരും ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നിൽക്കുകയാണ് കാറ് കഴുകാൻ. അവർ ത്രില്ലടിച്ച് നിൽക്കുന്നത് കാറ് കഴുകാനൊന്നുമല്ല, ആ വെള്ളത്തിൽ കളിക്കാനാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. പപ്പ ആണെങ്കിൽ ആദ്യം പറഞ്ഞത് നമുക്ക് വാഗനാറിൽ പോകാമെന്നാണ്. പിന്നെ ഞങ്ങൾ കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പം മിച്ചായും പറഞ്ഞു നമുക്ക് വാഗനാറിൽ പോകണ്ട, നമുക്ക് ബലേനോയിൽ പോകാം. നമ്മൾ എന്തായാലും തമിഴ്നാട്ടിലേക്കാണല്ലോ ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ട് TN രജിസ്ട്രേഷൻ വണ്ടിയായിരിക്കും പെർഫെക്റ്റ്. സോ അതുകൊണ്ട് ഞങ്ങൾ ബലേനോയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഇച്ചായനാണെങ്കിൽ കാറൊക്കെ കഴുകിയിടുക. പിന്നെ ഡാഡയുടെ 2 കുട്ടികളും ഇച്ചായനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചായനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ താഴത്തെ മണ്ണെടുത്തിട്ടാണെങ്കിൽ കാറമ്മയൊക്കെ ഉരക്കി വരുന്നത്. എന്നിട്ട് ഇച്ചായൻ പറഞ്ഞു, എടി 2 കുട്ടികളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുമോ? അവരെവിടെ കേൾക്കാൻ, അവർ 2 പേരും കേൾക്കുന്നില്ല. അവരാണെങ്കിൽ കാറ് കഴുകുന്നതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ 2 കുട്ടികളും ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിപ്പായി. അവരാണെങ്കിൽ കാറൊക്കെ കഴുകി ആകെ ടയർഡായിരിക്കുകയാണ്. അങ്ങനെ ഇച്ചായൻ്റെ ഓർഡർ നാളെ വെളുപ്പിന് 3 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ഐറ്റംസ് ആണെങ്കിൽ ഇന്ന് തന്നെ ആണെങ്കിൽ വണ്ടി കയറ്റുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം ഞങ്ങളും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നേരത്തെ കിടന്നുറങ്ങാൻ. നാളെ രാവിലെ നേരത്തെ എണ്ണിക്കണം. പപ്പ ആണെങ്കിൽ കച്ചവടമൊക്കെ കഴിഞ്ഞു പപ്പ വന്നു. പപ്പ ആണെങ്കിൽ നാളെ ലീവ് എടുക്കുന്നതുകൊണ്ട് നാളത്തെ കച്ചവടം കൂടി ഇന്ന് ചെയ്തിട്ടാണ് പപ്പ വന്നിരിക്കുന്നത്.
അങ്ങനെ ഇപ്പോൾ സമയം ഗായ്സ് 10 മണിയായി. 2 കുട്ടികളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂട്ടാക്കുന്നേ ഇല്ല. അവരാണെങ്കിൽ ടോയ്സ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര കളിയാണ്. ഇനി എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരെയും പിടിച്ച് കിടത്തി ഉറക്കണം. അങ്ങനെ രാത്രി തന്നെ കുട്ടികളുടെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കിടത്തുന്നത്. അതാവുമ്പം നാളെ രാവിലെ ആണെങ്കിൽ അവരെ അങ്ങനെ എടുത്തിട്ടാണെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകാമല്ലോ. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്, എത്ര കുളിച്ചാലും വേസ്റ്റാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര പാട്. പിന്നെ പോകേണ്ട സ്ഥലത്ത് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വഴിയിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ ഞങ്ങൾ മേടിച്ചു. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ പോവാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.